എത്രയും ബഹുമാനപ്പെട്ട വികാരി അച്ഛ, ഞങ്ങളുടെ ഇടവക ദിനത്തിൽ വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിയിരിക്കുന്ന നജഫ്ഗഡിലെ ദീപ്തി ആശ്രമിലെ ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛനും സിസ്റ്റേഴ്സ്, അവിടുത്തെ കുട്ടികൾ, നമ്മുടെ ഇടവകയിലുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട ബ്രദർ, അതുപോലെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തികളെ, മറ്റ് ഇടവകാംഗങ്ങളെ, ഒരിക്കൽ കൂടി ജനക്പുരി സെൻറ് തോമസ് സീറോ മലബാർ കുടുംബം ഒരു ഇടവക ദിനം കൂടി ആഘോഷിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വിശുദ്ധ തോമാസ് ലിഹായുടെ മാധ്യസ്ഥതയിൽ എല്ലാ വർഷവും നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ട്. വളരെ വേഗം സമയം മുന്നോട്ട് പോകുന്നു, എന്നൊക്കെ നമ്മുടെ തിരക്കുകൾ കൂടി വരുന്നു. ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങളുണ്ട്, ഓട്ടപ്പാച്ചിലുകളുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇടവക ദിനം എന്ന പേരുള്ള ഈ ദിവസം സെൻറ് തോമസ് കുടുംബം ഒരുമിച്ച് ചേരും. അതുതന്നെയാണ് നമ്മുടെ ഇടവകയുടെ കൂട്ടായ്മയും ശക്തിയും. ഞാനൊരു ആശംസാ പ്രസംഗകനല്ല, എന്നിരുന്നാൽ തന്നെയും ഈ ഒരു സാന്ദർഭികമായി ഒരു ചെറിയ നുറുങ്ങുകഥ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സജീവമായിരുന്ന ഒരു ഇടവക, അവിടുത്തെ ഇടവക അംഗങ്ങൾ എല്ലാവരും വളരെ സജീവമായി ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിരുന്നെങ്കിലും കാലക്രമേണ ഇടവകയിലെ അംഗങ്ങളുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളിലുള്ള പങ്കാളിത്തമൊക്കെ കുറഞ്ഞു വരുന്ന വികാരിയച്ഛനൊരു സംശയം. നമ്മുടെ ഇടവകയല്ല, വേറെ ഏതോ ഒരു ഇടവക, അവിടുത്തെ വികാരിയച്ഛൻ. അപ്പോൾ ഈ വികാരിയച്ഛൻ വേണ്ടപ്പെട്ടവരോടൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കി. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, പറയത്തക്കതായ ഒരു പർട്ടിക്കുലർ കാരണമില്ല. ആളുകളുടെ വ്യക്തിപരമായ കാരണങ്ങളാലും എന്തൊക്കെയോ കാരണങ്ങളാലും പതുക്കെ ഇടവകയിൽ നിന്ന് അകലുന്നത് പോലെ ഒരു തോന്നൽ. അപ്പോൾ വികാരിയച്ഛൻ ഒരു ഗ്രൂപ്പിലൊരു മെസ്സേജ് അയച്ചു, അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒരു പ്രത്യേക മീറ്റിംഗ് ഉണ്ടായിരിക്കും, എല്ലാവരും പങ്കെടുക്കണം. ആ സമയത്ത് അങ്ങനെയൊരു മീറ്റിങ്ങിൻ്റെ കാര്യമില്ലല്ലോ, എന്തായിരിക്കും മീറ്റിംഗ് എന്നുള്ള കൗതുകത്തിൻ്റെ പുറത്ത് ആളുകളെല്ലാവരും, ആ ഇടവകയിലെ ഭൂരിഭാഗം ആളുകളും പങ്കെടുത്തു. അന്ന് ആ മീറ്റിങ്ങിൻ്റെ സമയത്ത് എല്ലാവരും മീറ്റിങ്ങിനായി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വികാരിയച്ഛൻ, നല്ല തണുപ്പുള്ള സമയമായിരുന്നു, ആ ഇടവകയിലെ വികാരിയച്ഛൻ നല്ല കാമ്പുള്ള വിറക് കഷ്ണങ്ങൾ കൂട്ടിയിട്ട് തീ കായുന്നു, നന്നായിട്ട് കത്തിച്ചൊലിക്കുന്ന തീ. വികാരിയച്ഛൻ അവിടെ ഇരിക്കുന്നു. ആളുകൾ ചോദിച്ചു, ഇതെന്താ, സമയം കളയുകയാണോ? എന്താണ് അച്ഛൻ, നമ്മുടെ പ്രത്യേക മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താണ്, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, എന്താണ് അച്ഛാ പ്രശ്നം? അപ്പം അച്ഛൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒന്ന് ഒന്നിച്ച് കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. എനിക്ക് നിങ്ങളോട് പ്രത്യേക കാര്യങ്ങളൊന്നും ആഹ്വാനം ചെയ്യാനില്ല, പ്രത്യേക വലിയ വലിയ കാര്യങ്ങളൊന്നും സന്ദേശങ്ങളൊന്നും തരാനില്ല. അച്ഛൻ അവിടുന്ന് ആ കത്തി ചൊലിച്ചിരുന്ന ആ വിറകുകൾക്കിടയിൽ നിന്ന്, തീ കനലുകൾക്കിടയിൽ നിന്ന് ഒരു ചെറിയ തീക്കട്ട എടുത്ത് ഒരു കമ്പ് ഉപയോഗിച്ച് എടുത്ത് മാറ്റിയിട്ടു. അപ്പോഴതാ കുറച്ച് സമയം അത് കത്തി ജ്വലിച്ചു. അതിനുശേഷം അതൊരു കരിക്കട്ടയായി മാറി. അച്ഛൻ പറയുകയായിരുന്നു, ഇതുപോലെയാണ് നമ്മുടെ ഇടവക, ഈ കത്തിച്ചൊലിക്കുന്ന അഗ്നിജ്വാല പോലെ. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ, ഇത് പ്രക്ഷോഭിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് തണുത്തുറഞ്ഞു നിൽക്കുന്നവന് ചൂടേകാനും ഇരുട്ടിന് പ്രകാശമായി മാറുവാനും പ്രശോഭിക്കുവാനും നമ്മുടെ ഇടവകയ്ക്ക് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ തീക്ഷ്ണതയാലും ക്രിസ്തീയ ചൈതന്യത്താലും ദൈവസ്നേഹത്താലും ഒരുമിച്ച് മുന്നേറുമ്പോൾ ഒരു അഗ്നിജ്വാലയായി നമ്മൾ മാറുകയും, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മളൊരു കരിക്കട്ടയായി മാറുകയും ചെയ്യും. നമ്മുടെ ഇടവക ആ അഗ്നിജ്വാലയാണ്. ഫരീദാബാദ് രൂപതയിലാകട്ടെ, ഈ പ്രദേശങ്ങളിലാവട്ടെ, ഏതൊക്കെ മേഖലകളാകട്ടെ, മതബോധന മേഖലകളാകട്ടെ, എല്ലാത്തിലും മറ്റുള്ളവർക്കൊരു മാതൃകയാകുന്ന, വികാരിയച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കുടുംബം, ഐക്യത്തിൽ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു കുടുംബമാണ് നമ്മുടെ ജനക്പുരി സെൻറ് തോമസ് സീറോ മലബാർ ദേവാലയം. അത് ഇനിയും പ്രക്ഷോഭിച്ച്, ഇതുപോലെ ഇതിനേക്കാൾ നന്നായി പ്രക്ഷോഭിച്ച് ഒരുമിച്ച് മറ്റുള്ളവർക്ക് ഒരു പ്രക്ഷോഭയായി, മറ്റുള്ളവരുടെ തണുപ്പകറ്റുന്ന, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ അവർക്കൊരു സാന്ത്വനമാകുന്ന നല്ലൊരു കൂട്ടായ്മയായി, കുടുംബമായി ഇതുപോലെ ഇതിലും നന്നായി മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ നജഫ്ഗഡിലുള്ള ദീപ്തി ആശ്രമത്തിലെ അംഗങ്ങളാണ്. അവരെ പ്രത്യേകമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അവർ നമ്മുടെ ഒരു ഇടവകയുടെ ഭാഗം തന്നെയാണ്. നമ്മുടെ ഇടവകയിലുള്ള പല വ്യക്തികളും
പലപ്പോഴും ദീപ്തി ആശ്രമം സന്ദർശിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിനു മുമ്പും അവർ നമ്മുടെ വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ കുട്ടികൾ ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സന്തോഷം നമ്മൾ അവിടെ പോയി പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്, നമ്മുടെ സ്നേഹം പങ്കുവച്ചിട്ടുണ്ട്. അവർ നമ്മുടെ ഇടവകയുടെ ഒരു ഭാഗം തന്നെയാണ്. ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഡയറക്ടർ ഫാദർ ജോസഫും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ സുജാത, സിസ്റ്റർ സാബി, ഇവരെല്ലാം കുട്ടികളെയും കൊണ്ട് ഇവിടെ എത്തി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ഇടവക ദിനത്തിൽ ഇത് ധന്യമാക്കുവാൻ, ഇതിൽ പങ്കാളികളാകുവാൻ, ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കാളികളാകുവാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട നജഫ്ഗഡ് ദീപ്തി ആശ്രമത്തിലെ ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും കുട്ടികൾക്കും ഞങ്ങളുടെ ഇടവക കുടുംബത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആപ് സബീകോ ഹാർദിക് സ്വാഗത് ഹെ. ഇനി ഒരു സ്വാഗതം പറയേണ്ടത് മുഖവുര ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ്, നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ. നമുക്കെല്ലാവർക്കും അറിയാം, ഇനി ഞാൻ ഡേവിസ് അച്ഛനെ പറ്റി വിശേഷണങ്ങൾ പറയുന്നത് ഒരു അധിക പ്രസംഗമാവുമെന്ന് എനിക്കറിയാം. ഇന്നിപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു സെൻറ് തോമസ് സീറോ മലബാർ ഇടവക എന്ന പേരിൽ നമ്മളെല്ലാ സഹോദരങ്ങളായി സുഹൃത്തുക്കളായി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാരണക്കാരൻ, ഇന്നിവിടെ ഈ പ്രോഗ്രാമിൻ്റെ കാരണക്കാരൻ, ഇതിൻ്റെ ആണിക്കല്ല എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിച്ചനാണ്. പ്രത്യേക മുഖവുരകൾ ആവശ്യമില്ലാത്ത നമ്മുടെ സ്നേഹം നിറഞ്ഞ ഡേവിസ് അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നമ്മുടെ ഈ ഇടവക ദിനത്തിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒത്തുകൂടലിന് പലപ്പോഴും വേദിയാകുന്നത് നമ്മുടെ ഈ SFS സ്കൂൾ ഓഡിറ്റോറിയമാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെയൊക്കെ മനോഹാരിത വർദ്ധിപ്പിക്കാനും നമ്മുടെ ഒത്തൊരുമയുടെ തീക്ഷ്ണത കൂടുതൽ ഒരു മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളിയാക്കാനും ഈ വേദി നമ്മളെ എപ്പോഴും സഹായിക്കാറുണ്ട്. അതിന് എപ്പോഴും കാരണമാകുന്ന, നമുക്കൊരു സപ്പോർട്ടായി എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റ്, ഇവിടുത്തെ പ്രിൻസിപ്പൽ അച്ഛൻ, അഡ്മിനിസ്ട്രേറ്റർ അച്ഛൻ, അതുപോലെ തന്നെ മാനേജർ അച്ഛൻ, ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകൾ, ഇവരെല്ലാവരും എപ്പോഴും നമ്മുടെ ജനക്പുരി സെൻറ് തോമസ് സീറോ മലബാർ ഇടവകയ്ക്ക് എന്നും ഒരു സപ്പോർട്ടായിരുന്നു. അവരെ എല്ലാവരെയും അവരുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരെയും നമ്മുടെ ഇടവക ദിനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇനിയുള്ളത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരെന്ന് പറയുമ്പോൾ നമ്മുടെ ഇടവകയിലെ വിവിധ സംഘടനകളുണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുണ്ട്, നമ്മുടെ ഇടവകയിലേക്ക് പുതുതായി വന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ബ്രദറുണ്ട്, അതുപോലെ തന്നെ പാരിഷ് കൗൺസിൽ അംഗങ്ങളുണ്ട്, മറ്റ് സംഘടനകൾ, കൊയറംഗങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരുമുണ്ട്. ഓരോ കുടുംബത്തിലെയും ഓരോ അംഗങ്ങളുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്, തിരക്കുകളുണ്ട്. കുറേ കുട്ടികൾക്കൊക്കെ അടുത്ത ദിവസങ്ങളിൽ പരീക്ഷയാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഇടവക, നമ്മുടെ കുടുംബം എന്നുള്ള ആ ഒരു ഒറ്റ കൺസെപ്റ്റിൽ, വിശുദ്ധ തോമാസ് ശ്ലീഹായോടുള്ള സ്നേഹത്തിൽ ഇവിടെ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ ഇടവകയുടെ ശക്തിയും. ഇനിയും കത്തിച്ചൊലിക്കുന്ന അഗ്നിജ്വാലകളായി മുന്നോട്ട് മറ്റുള്ളവർക്ക് പ്രകാശം പകരുന്ന ഒരു ഇടവകയായി, മറ്റുള്ളവരുടെ തണുപ്പകറ്റുന്ന ഒരു തീക്കനലായി മുന്നോട്ട് പോകാൻ നമ്മുടെ ഇടവകയ്ക്ക് ഇതുപോലെ തന്നെ സാധിക്കട്ടെ. നയനമനോഹരമായ കാഴ്ചകൾ, കലാപരിപാടികൾ കാണാനും ആസ്വദിക്കാനുമായി വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ രസച്ചരട് ഖണ്ഡിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നമ്മുടെ ഇടവക ദിനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.